ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ്. രാത്രി നട്ടപ്പാതിരൊന്നായിട്ടില്ല. സമയം ഇപ്പോൾ ഒരു 8-8:30 മണി അല്ലെങ്കിൽ 7. ഞാൻ സമയം നോക്കിയില്ല ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലീനിങ് ഡ്യൂട്ടിയാണ്. എനിക്ക് ചിലപ്പോഴാണ് എൻ്റെ ഡെസ്ക് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ തോന്നാം. ഞാൻ എൻ്റെ അമ്മമ്മേൻ്റെ അവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ അവിടുന്ന് എസ്തറ്റിക്കായ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരും. അപ്പം ഞാനതെൻ്റെ സ്കൂൾ ബാഗിലാണ് ഇടുക. സ്കൂൾ ബാഗിൽ നിന്ന് ഞാനത് ഇതിലേക്ക് ഇടും. അപ്പം ഞാൻ കൊണ്ടുവരുന്ന ബാഗ് ഒരു പിങ്ക് കളർ ബാഗായിരുന്നു. ഇപ്പം ഞാൻ ബാഗ് മാറ്റിയിട്ട് ഇതാ ഈ ബാഗാണ് ഗൈസ് കൊണ്ടുവന്നത്. നൈനയുടെ എന്തൊക്കെ ഓർമ്മയുണ്ട് ഗൈസ്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ സാധനങ്ങൾ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മാറ്റി വെക്കുന്ന ഇടയിലാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം എന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ പരിപാടി. അപ്പോൾ ഇതിന് ഒരു റോൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതിലെൻ്റെ ക്രാഫ്റ്റ് അപ്ലൈസസ് ഞാൻ ഇപ്പം ഇത്തിരി കാലമായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഞാൻ അതിൽ വെച്ചിരിക്കുന്നത്. ഈ അറയാണ് ഗൈസ് അത്. അപ്പൊ ഞാൻ അതിൽ വെച്ചിരിക്കുന്നത് കുറച്ച് സാധനങ്ങളാണ്. അപ്പൊ ഞാനത് കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക്. അപ്പൊ നേരെ നിങ്ങളിത് കാണും ഗൈസ്. നോക്കൂ ഗൈസ്. കണ്ട ഗൈസ്, ഇവിടെ ഭയങ്കര മെസ്സാണ്. പിന്നെ ഇതിന്റെ അടിയിലൊക്കെ നല്ല മെസ്സൊക്കെ ഉണ്ട്. ഇതിന്റെ അടിയിൽ നല്ല മെസ്സുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ എന്തായാലും ഈ സാധനങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഈ ഡോറിന്റെ അടിയിൽ ഇവിടെ ഒരു ഡോറുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതൊക്കെ മെസ്സാണ് ഗൈസ്. പിന്നെ എന്റെ കടക്കുന്ന സ്ഥലം ചെയ്യണം. ഇവിടെ ഇപ്പം ഈ ഡെസ്ക് പറഞ്ഞ ഡെസ്കും എൻ്റെ ഈ കടക്കുന്ന സ്ഥലം ഒന്ന് വൃത്തിയാക്കണം. എനിക്ക് ഈ ഏരിയയാണ് ക്ലീനാക്കാനുള്ളത് ഗൈസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഈ ഫാനാണ് എനിക്കുള്ളത്. ചാർജില്ല ഗൈസ്, ഞാൻ പുസ്തകത്തിലാണ് കിട്ടുന്നത്. ഇത് ഞാൻ എൻ്റെ 3D പെന്നോട് ചേർക്കണം, പക്ഷേ ഫ്ലോപ്പ് ആയിപ്പോയി ഗൈസ്. പിന്നെ എൻ്റെ ഒരു ബോട്ടിലാട്ടാണ് പൊട്ടും. പിന്നെ ഇതെൻ്റെ ഒരു കീച്ചനായിരുന്നു, അത് പൊട്ടിപ്പോയി. ഇതാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കില്ല ബുബു. ഇങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു ഗൈസ്. സിസ്റ്റർ ലബുബാണ് കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു ബുക്കാണ് ഗൈസ്. പിന്നെ ഇതെൻ്റെ അച്ഛൻ ഇതിൻ്റെ ക്ലോക്ക് ആണ്. പിന്നെ ഇതിലെൻ്റെ ഏസറും പിന്നെ പെൻസിൽസ്, ഇവിടെ ഹൈലൈറ്റേഴ്സ്, ഇതൊക്കെ സാധനങ്ങളുണ്ട് ഗൈസ്. പിന്നെ അതൊക്കെ ഞാൻ അപ്പോൾ യൂസ് ചെയ്യുന്ന ജേർണൽ ബുക്ക്, റൈറ്റിംഗ് ബുക്ക്, കോച്ച് റൈറ്റിംഗ് ബുക്ക്, യൂണിക്കോൺ ഡയറി, സ്ലിപ്സ്, പിന്നെ എൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ട് ഗൈസ് ഇവിടെ എസ്തറ്റിക്കലി. പിന്നെ എൻ്റെ ടൈം ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അതിന് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഗൈസ് ആദ്യം ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ട് നമ്മുടെ ഈ പൊടിയൊക്കെ തട്ടുകയാണ് ഗൈസ്. നമ്മൾ ഇത് ഗുഹയൊന്നല്ല കേട്ടോ, സ്ഥലമുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ അത്യാവശ്യം നല്ല പൊടിയുണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ, നല്ല പൊടി വരും. ഇതിൻ്റെ ഇവിടെയൊക്കെ നല്ല പൊടി വരാറുണ്ട്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനത്തെ മണ്ണാണ്. അതുകൊണ്ട് ഈ കാറ്റടിക്കുമ്പോഴൊക്കെ ഈ പൊടി ഇങ്ങനെ പറന്ന് വരും. അപ്പോൾ ആദ്യം നമ്മളത് ക്ലീൻ ആക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്യും ഗൈസ്. എന്നിട്ട് ഇത് ലാസ്റ്റാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് നേരെ ഓർഗനൈസ് വെക്കുന്നതിലേക്ക് പോകാം. റെഡി, 1 2 3. ഞാൻ നോക്കുമ്പോൾ ഇവിടെ പോകട്ടോ. എത്ര സ്വിച്ച് ചെയ്തിട്ടും പണി തീരുന്നില്ല. ഒന്നും കൂടി എത്ര സ്വിച്ച് ചെയ്താലും പണി തീരില്ല ഗൈസ്. പണി തന്നെ. ഓ ഗൈസ്, അപ്പോൾ ഈ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്തൊരു ടഫാണോ. ഇപ്പം ഇങ്ങനത്തെ ഈ ടേബിൾസൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, അത് പിന്നെയും തീരാം. അപ്പം ഈ അമ്മമാരൊന്നും നിങ്ങൾ സഹിക്കണേ. ഒരു വലിയൊരു സംഭവമാണ് തന്നെ ഗൈസ്. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട് ഗൈസ്. ഞാൻ എൻ്റെ സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ ക്ലീൻ ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ഔട്ട്പുട്ട് കാണണ്ടേ? അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഫൈനൽ ഔട്ട്പുട്ട് കാണണ്ടേ ഗൈസ്? എൻ്റെ ഈ മണിക്കൂറുകൾക്ക് ശേഷമുള്ള എൻ്റെ റൂമിലെ എൻ്റെ ഡെസ്ക് ഗൈസ്. അപ്പോൾ റെഡി, 1 2 3. നിങ്ങൾക്കും ഇംഗ്ലീഷ്, സ്പാനിഷ് ഇങ്ങനത്തെ ലാംഗ്വേജസ്, പലതരം ലാംഗ്വേജസ് പഠിക്കണം. നിങ്ങൾ നേരെ പോവുക ഡൂലിംഗോ ആപ്പിലേക്ക്. അവർ ആദ്യം തന്നെ ചോദിക്കാൻ നിങ്ങളുടെ പേര്, ഏജ്,
പിന്നെ ഇമെയിൽ അഡ്രസ്സ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളത് എവിടെ നിന്നാണ് കേട്ടത്, എന്തൊക്കെയാണെന്നൊക്കെ അത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് നിങ്ങൾ റിപ്ലൈ ചെയ്യണം. പിന്നെ എത്ര വീക്ക് മുതലാണ്, എത്ര ഡേയ്സ് മുതലാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ അവർ ചോദിക്കും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പോർച്ചുഗീസിലാണ്. അവർ ഓരോരോ ഓപ്ഷൻസ് പറയും. അതിൽ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ് നമ്മൾ ഈ ഡുലിംഗോ ആപ്പ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത് എനിക്ക് പ്രൊമോഷൻ കിട്ടിയതല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഗൈസ് പറഞ്ഞത്. അപ്പം നീ നമുക്ക് ഔട്ട്പുട്ട് കാണണ്ടേ. അപ്പം ഇനി നേരെ വീഡിയോയിലേക്ക് 3, 2, 1 ഗോ. खुशी पाने के लिए खुश खुश ഇതാണ് എൻ്റെ താഴത്തെ റോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വേറെ സ്ഥലം. ഇത് ഞാൻ ബുക്സും എൻ്റെ 3D പെന്നൊക്കെ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ടേബിളും എൻ്റെ ടേബിൾ ഡെസ്ക് മേക്ക് ഓവറും. ഇവിടെ എൻ്റെ ടേബിളും അവിടെ എൻ്റെ ബുക്കും ബാഗും എൻ്റെ പൂച്ചക്കുട്ടീനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. നല്ല വർക്ക് ഉണ്ടായിരുന്നു ഗൈസ്, ഭയങ്കര ടയർഡായി. അപ്പോൾ നമുക്ക് കുറേ എന്താണ് സാധനങ്ങൾ എടുത്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം ഞാൻ ചെയ്യാൻ നിന്നു കേട്ടോ ഗൈസ്. ഞാൻ വർക്ക് ചെയ്തു, നിങ്ങൾക്കറിയാമല്ലേ. അപ്പോൾ നിങ്ങൾ കമന്റ് ബിലോ ഗൈസ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവർ പേര് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നിവേദ്യ, റസ്വ, ഋതിക, ആയിഷ, ഇതാണ് നമ്മളെ പേര് ഗൈസ്. ബൈ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്ന ബൈ.